ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒരുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഒരു ഐറ്റമാണ്. ഇത് ഗോതമ്പ് റവ കൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. നല്ല സ്പൈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവ് കൂടുതലായിട്ടും, എരിവ് ഇഷ്ടം കുറവുള്ളവർക്ക് അതനുസരിച്ച് എരിവും ഇട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഞാൻ ബീഫ് കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാൻ 400 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലിട്ട് എത്രയാണോ വിസിലിടേണ്ടത് അതനുസരിച്ച് ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവനുസരിച്ച് നമുക്ക് വിസിലിടണം. ആദ്യം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ കുക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവോളയാണിത്. ഞാനിത് രണ്ടും എടുത്തിട്ടില്ല, 1.5 സവോളയാണ് എടുത്തിട്ടുള്ളത്. ഒരു 16ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിനി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് ബീഫൊക്കെ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോളയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടെടുത്ത് ഈ സവോളയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള റവ എടുക്കാം. ഇതാണ് ഗോതമ്പ് റവ. ഇത് നൈസായിട്ടിരിക്കും, നല്ല ചെറിയ തരികളാണ്. ഇതാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ഗോതമ്പ് റവ. ഇതിനി കഴുകി ഒന്ന് വൃത്തിയാക്കി ഊറ്റാനായിട്ട് വെച്ചെടുക്കാം. ആ സമയം കൊണ്ട് സവോളയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കൊരു ബീഫിൻ്റെ തിക്കായിട്ടുള്ളൊരു കറിയാണ് ചെയ്തെടുക്കേണ്ടത്. അത് ചെയ്തെടുത്തതിന് ശേഷം വേണം ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട്. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വരെയും വേണം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ഒന്ന് ബീഫിലോട്ട് പിടിച്ച് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഒരല്പം മല്ലിയും പുതിനയും കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറിയ രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പുമാവിന് ആവശ്യം എത്രയാണോ വെള്ളം അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഉപ്പുമാവാണെങ്കിൽ 1.5 കപ്പ് വെള്ളം എന്ന കണക്കനുസരിച്ചാണ് ഇതിനൊക്കെയുള്ള വെള്ളത്തിൻ്റെ കണക്ക്. നല്ല ചൂടോട് കൂടിയുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള എരിവും ഉപ്പും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം കുറച്ച് മുന്നിട്ട് നിൽക്കണം, എരിവായാലും ഉപ്പായാലും. എങ്കിലേ അത് കുക്കായി വരുമ്പോഴത്തേക്ക് ഉപ്പുമാവിലും അതേ ഉപ്പും എരിവും ഉണ്ടാവുള്ളൂ. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് ആവശ്യത്തിനുള്ളതുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയ്ക്ക് പകരം തേങ്ങാപ്പാലായാലും ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. തേങ്ങയാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ് കടിക്കാൻ കിട്ടുമ്പോൾ. ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇത് കഴുകി വെച്ചേക്കുന്ന റവയാണ്. വെള്ളം ആ സമയം കൊണ്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് പെട്ടെന്ന് കട്ട പിടിക്കത്തൊന്നുമില്ല. ഇനി ഇതൊന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ എല്ലായിടത്തും ഒരുപോലെ കുക്കായി വരത്തുള്ളൂ. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയും പുതിനയിലയും കൂടി കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. ഗോതമ്പ് റവയിൽ ഉപ്പുമാവ് ഇതുപോലെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇത് ചിക്കനിലും ചെയ്തെടുക്കാം. ബീഫാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഇതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.